ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടി നേടിയെടുക്കേണ്ട ഒരു സുഹൃതമാണ് ക്ഷമ എന്ന സുഹൃതം. ഫാദർ ചാക്കോ ബെർണാഡിന്റെ വീക്ഷണത്തിൽ ഇങ്ങനെയാണ് പറയുക: ഫോർഗീവ്നെസ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് വെർച്യു ഇൻ ദ വേൾഡ്. നമ്മെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുക എളുപ്പമല്ല. എൻ്റെ സഹോദരങ്ങളെ, നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ എളുപ്പമാണ്, അതിനൊരു ബുദ്ധിമുട്ടുമില്ല. ഇനിയും നമ്മെ സ്നേഹിച്ചില്ലെങ്കിൽ തന്നെ ദുരിതം അനുഭവിക്കുന്ന ഒരു ഭിക്ഷക്കാരനോട്, ഒരു കുഷ്ഠരോഗിയോട്, ഒരു ദരിദ്രനോട് നമുക്ക് സ്നേഹം വരാൻ എളുപ്പമാണ്. എന്നാൽ നമ്മെ ദ്രോഹിച്ച് നമ്മുടെ ജീവിതം തകർത്ത് നമ്മെ അടിക്കടി നിരാശയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. അതിന് സൂപ്പർ നാച്ചുറൽ സ്റ്റേജ് ഓഫ് ലവ് എന്നാണ് പറയുക. അതിസ്വാഭാവികമായ തലമാണ് സ്നേഹത്തിൻ്റെ. അതിന് കഴിഞ്ഞാൽ നാം ദൈവമക്കളായി എന്നർത്ഥം, പൂർണ്ണതയിലെത്തി എന്നർത്ഥം. ഇതാണ് മത്തായിയുടെ സുവിശേഷം 5:44 കർത്താവ് പറഞ്ഞു വെക്കുന്നത്. കർത്താവ് അതിൽ കൃത്യമായി പറയുന്നുണ്ട്, നിന്നെ സ്നേഹിച്ചവരെ മാത്രം നീ സ്നേഹിക്കുകയാണെങ്കിൽ പിന്നെ അതിന് വേറെ പ്രതിഫലമൊന്നുമില്ല. കാരണം മരിച്ച് നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും, നീ ഇന്ന ആളെ സ്നേഹിച്ചോ? സ്നേഹിച്ചു. അവൻ നിന്നെ സ്നേഹിച്ചോ? സ്നേഹിച്ചു. എങ്കിൽ ആ സ്നേഹത്തിന് പിന്നെ രണ്ട് സ്ഥലത്ത് നിന്നും നമുക്ക് കൂലി കിട്ടില്ല സഹോദരങ്ങളെ. ഇവിടെ നാം ആരെയെങ്കിലും സ്നേഹിക്കുകയും ആ സ്നേഹം അവർ നമുക്ക് തിരിച്ചു നൽകുകയും ചെയ്തില്ലെങ്കിൽ ആ തിരിച്ചു കിട്ടാത്ത സ്നേഹമാണ് സ്വർഗത്തിൽ വെച്ച് ദൈവം നമുക്ക് തരിക. പ്രാവർത്തികമാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സുഹൃതമാണ് ക്ഷമ എന്ന് പറയുന്ന സുഹൃതം. 1 പത്രോസ് 2:19-21 ഇങ്ങനെയാണ് ശ്ലീഹ പറഞ്ഞു വെക്കുക: ആർക്കെങ്കിലും നിങ്ങൾ നന്മ ചെയ്യുകയും അവർ നിങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ സ്നേഹിച്ചാൽ അത് അനുഗ്രഹമാകും, പിതാവിൻ്റെ മക്കളെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. എന്നിട്ട് പറയുകയാണ്, ക്രിസ്ത്യാനിയുടെ വിളി, ഒരു ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയാണ് സഹോദരങ്ങളെ ശത്രുസ്നേഹം. കുരിശിൽ കിടന്ന് അവൻ അതല്ലേ കാണിച്ചു തന്നത്. പിതാവെ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. അതാണ് യേശു നമുക്ക് തന്ന സൂത്രവാക്യം. ആരോടെങ്കിലും ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി: പിതാവെ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന്, ഇവർ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള മാനസിക പീഡനം എത്രയാണെന്ന് അവർക്കറിയില്ല കർത്താവെ. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? അവൻ അറിവ് കിട്ടുവാൻ പ്രാർത്ഥിക്കണം. അവൻ പരിശുദ്ധാത്മാവിനെ നിറയാൻ പ്രാർത്ഥിക്കണം. നമ്മെ വേദനിപ്പിച്ച ഒരു വ്യക്തി നമ്മെ അവൻ വേദനിപ്പിച്ചല്ലോ എന്ന് കരുതി അവനോട് തിരിച്ചു വൈരാഗ്യവും വെറുപ്പും വെക്കുകയാണെങ്കിൽ, നാം അവന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നാം അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എങ്ങനെ അവൾ പരിശുദ്ധാത്മാവിനാൽ നിറയും? ആ വ്യക്തി എവിടെയൊക്കെ കടന്നു പോകുന്നുണ്ടോ അവിടെയൊക്കെ അവൻ വഞ്ചിച്ചും ചതിച്ചും അങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിച്ചും കടന്നു പോകും. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അവളെ കൂട്ടിയേൽപ്പിച്ചത് അവൾ ഇതുപോലെ ദുഷിച്ച അവസ്ഥയിലാണെന്ന്, പരിശുദ്ധാരൂപി ഇല്ലാതെയാണ് അവൻ ജീവിക്കുന്നതെന്ന് നിനക്ക് ബോധ്യം തരാനാണ്. അത് തിരിച്ചറിഞ്ഞ നീ എന്ത് ചെയ്യണം? അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, അവൾ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ദൈവസന്നിധിയിൽ കരങ്ങളുയർത്തണം. അതിനാണ് ദൈവം അവരെ കൊണ്ട് നിന്നെ ദ്രോഹിപ്പിച്ചത്. എത്ര വലിയ തത്വമാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. നാം തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെട്ടു എന്ന് വിചാരിച്ചാൽ അതിന് എന്തെങ്കിലും മേന്മയുണ്ടോ? ഇതാണ് ശ്ലീഹ ചോദിക്കുന്നത്. നന്മ ചെയ്തിട്ടും ക്രിസ്തു അപമാനിക്കപ്പെട്ടു. അതുപോലെ ദൈവത്തിന് ശിഷ്യരായ നാമും ഇതുപോലെ സങ്കടങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതിനായിട്ടാണ് ക്രിസ്ത്യാനിയെ ക്രിസ്തു വിളിച്ചിട്ടുള്ളത്. ഈ ബുദ്ധിമുട്ടുള്ള സുഹൃതം എങ്ങനെയാണ് നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയുക? നമുക്ക് നോക്കാം. സ്നേഹം എന്ന് പറഞ്ഞാൽ, സ്നേഹമുണ്ടെങ്കിൽ ക്ഷമിക്കാൻ എളുപ്പമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ സഹനമാണെന്നാണ് നാം പഠിക്കുക. സ്നേഹത്തിൻ്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ അത് സഹനമായി. നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിക്കുന്നു അതാണ് സഹനം, അതാണ് കുരിശ്. നാം ചിന്തിച്ചാൽ മനസ്സിലാകും. അമ്മ മക്കളെ സ്നേഹിക്കും. അമ്മ മക്കളെ സ്നേഹിക്കണമെന്നാണ് മക്കൾ വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ഈ അമ്മ മക്കളെ സ്നേഹിക്കാതാകുമ്പോൾ അത് സഹനമായി, കുരിശായി. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണമെന്നാണ് ഭർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു നിമിഷം ഭർത്താവ് അറിയുകയാണ് അവൾ എന്നെയല്ല സ്നേഹിക്കുന്നത്, അപ്പുറത്തെ വീട്ടിലെ ഭർത്താവിനെയാണെന്ന് അറിയുമ്പോൾ അത് സഹനമായി.
അമ്മ വിശ്വസിക്കുന്നത് മക്കൾ അമ്മയെ സ്നേഹിക്കണമെന്നാണ്. വളർന്നു വലുതാകുമ്പോഴാണ് അമ്മയുടെ ശരീരം ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് മക്കൾ അമ്മയെ സ്നേഹിക്കുന്നില്ല. അമ്മയ്ക്കത് കുരിശായി, സഹനമായി. ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വിപരീതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം സഹനമാണ് സഹോദരങ്ങളെ. ഇതിനെയെല്ലാം ദൈവിക പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കണം. അതിന് നമുക്ക് വേണ്ട ഒരു പുണ്യമാണ് എളിമ. പ്രഭാഷകന്റെ പുസ്തകം 39 അധ്യായം 16 തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുക: നിങ്ങൾ ഇങ്ങനെ പറയണം, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അതെല്ലാം ഉത്തമമാണ്. എന്തെല്ലാം അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇട്ടുതരുമ്പോഴും അതെല്ലാം ഉത്തമമാണെന്ന്. ഒരിക്കൽ ഒരു സന്യാസാശ്രമത്തിൽ ഒരു സന്യാസിക്ക് എല്ലാം തികഞ്ഞു എന്നൊരു തോന്നല്. അദ്ദേഹം വിചാരിച്ചു, ഈ ആശ്രമാംഗങ്ങളൊന്നും ശരിയല്ല, ഇവരുടെ കൂടെ ജീവിക്കാൻ കൊള്ളില്ല, അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു ആശ്രമത്തിൽ പോയി ജീവിക്കാം. ഇവര് മൊത്തം ശരിയല്ല, ഇവരാളുകൾ. അതുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് പോയി. അവിടെ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് പുഴയോരത്ത് പോയിട്ട് ഒരു കുടത്തിൽ വെള്ളമെടുത്തു. ഈ കുടം കൊണ്ടുവന്ന് അവിടെ വെച്ചപ്പോൾ കുടം ചെരിഞ്ഞ് വെള്ളം പോയി. അപ്പോൾ സന്യാസി വിചാരിച്ചു പിശാചിന്റെ പരീക്ഷണാവും. അങ്ങനെ എന്ത് ചെയ്തു? രണ്ടാമതും പോയി കുടം എടുത്ത് വെള്ളം കൊണ്ടുവന്നു. ഈ കുടവും ചെരിഞ്ഞ് വെള്ളം പോയി. മൂന്നാമതും കുടം വെള്ളം ചെരിഞ്ഞപ്പോൾ സന്യാസി ഒരൊറ്റ ചവിട്ട് കൊടുത്തു കുടത്തിന്മേൽ. കുടം പൊട്ടിച്ചിതറി. അപ്പോഴാണ് സന്യാസിക്ക് ബോധം വന്നത്, എൻ്റെ ഹൃദയത്തിനാണ് തകരാറ്, ഞാനാണ് ശരിയല്ലാത്തത്, അല്ലാതെ സഹപ്രവർത്തകരല്ല. എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും നാം ഇങ്ങനെയാണ്. കുടുംബജീവിതത്തിലും സമൂഹത്തിലും അസ്വസ്ഥതയുണ്ടാകുമ്പോൾ അത് മറ്റവൻ്റെ കുറവാണ്, അത് ഭർത്താവിൻ്റെ കുറവാണ്, ഭാര്യയുടെ കുറവാണ്, മക്കളുടെ കുറവാണ്. അല്ല സഹോദരങ്ങളെ, നമ്മുടെ കുറവാണ്. മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടറിഞ്ഞത് ക്ഷമിച്ച് അതിനെ രൂപപ്പെടുത്തി എടുക്കുവാൻ നമുക്ക് കഴിവില്ലാത്തതാണ് അവിടുത്തെ തകരാറ്. ഫൊർഗീവ്നെസ് ഈസ് ദ ഓൺലി വേ ഫോർ പാരഡൈസ് എന്നാണ് പറയുക. സ്വർഗത്തിലേക്ക് കടക്കാൻ ആകെ ഒരൊറ്റ വഴിയുള്ളൂ സഹോദരങ്ങളെ, അത് ഫൊർഗീവ്നെസ് ആണ്. ക്ഷമയിൽ കൂടെ അല്ലാതെ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല. സമുദ്രം പോലെ സ്നേഹിക്കണം, പാതാളം പോലെ ക്ഷമിക്കണം, ആകാശത്തോളം കരുണ കാണിക്കണം എന്നാണ് പറയുക. ക്ഷമയില്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. ഒരിക്കൽ ടോം ആൻഡ് ജെറിയുടെ കാർട്ടൂൺ നടന്നുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇത് കണ്ടു കാണും. ഈ ടോമും ജെറിയും വഴക്കടിച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ടോം എന്ന് പറയുന്ന പൂച്ച മരിക്കുകയാണ്. മരിച്ച് പൂച്ച പരലോകത്തേക്ക് യാത്രയാവുകയാണ്. പരലോകത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ട്രെയിൻ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഹെവൻലി പാസഞ്ചർ ട്രെയിൻ എന്നാണ്. അതിൻ്റെ ഇപ്പുറത്ത് കൗണ്ടറിൽ ഒരു മനുഷ്യനിരിക്കുന്നുണ്ട്. മൃഗങ്ങളെല്ലാം വരിവരിയായി നിന്ന് അവരുടെ കയ്യിലൊക്കെ ഒരു ടിക്കറ്റ് ഉണ്ട്. ഈ ടിക്കറ്റ് എങ്ങനെ വന്നു എന്ന് ടോമിനും അറിയില്ല. ടോമിൻ്റെ കയ്യിലും ഒരു ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് ഇങ്ങനെ ക്ലിയറൻസ് നടത്തിക്കൊണ്ട് എല്ലാവരും ഹെവൻലി പാസഞ്ചർ ട്രെയിനിൽ സഞ്ചരിക്കാൻ പോവുക. ടോമിൻ്റെ ഊഴമെത്തി ടിക്കറ്റ് കൊടുത്തപ്പോൾ കൗണ്ടർമാൻ പറഞ്ഞു, ഈ ടിക്കറ്റ് ശരിയല്ല എന്ന്. ഈ ടിക്കറ്റ് ക്ലിയറൻസ് പോരാ, അതുകൊണ്ട് ഭൂമിയിൽ ചെന്ന് ക്ലിയറൻസ് വാങ്ങി വരണം. എന്തുകൊണ്ടാണ് ഈ ക്ലിയറൻസ് നടക്കാത്തത്? കൗണ്ടർമാൻ പറഞ്ഞു, ഭൂമിയിലെ ഒരു ജെറി എന്ന് പറയുന്ന എലിയോട് നിനക്ക് ക്ഷമിക്കാൻ കിടക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ജെറി നിന്നോട് ക്ഷമിക്കണം. ഇത് രണ്ടും നടന്നിട്ടില്ല, അതുകൊണ്ട് ഹെവൻലി പാസഞ്ചർ ട്രെയിനിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ടോം അവിടെ നിന്ന് തർക്കിക്കുന്നുണ്ട്. അതിന് ഈ എലിയാണ് എന്നെ കൊന്നത്. ഞാനൊരു കോണിയിന്മേൽ ഒരു സ്റ്റെപ്പിന്മേൽ കയറുമ്പോൾ കയറ്റുപായ വലിച്ചിട്ട് ഞാൻ താഴത്ത് വീണ് ഞാനാണ് മരിച്ചത്. അപ്പോൾ കൗണ്ടർമാൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, ഇവിടെ ക്ഷമ നടന്നിട്ടില്ല, ടിക്കറ്റ് ക്ലിയർ അല്ല, അതുകൊണ്ട് നീ മടങ്ങിപ്പോകണം. അങ്ങനെ ഈ ടിക്കറ്റും കൊണ്ട് ഇവൻ ഭൂമിയിലേക്ക് വരികയാണ്. ജെറിയുടെ പിന്നാലെ ഓടി ഒരു കണക്കിന് അവൻ്റെ ഒപ്പ് വാങ്ങിയിട്ട് തിരിച്ചു പോകുക. അതിൻ്റെ ഇടയിൽ പേനയിലെ മഷി കഴിയും, സമയം പോകും. അങ്ങനെ പരലോകത്തേക്ക് വീണ്ടും തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് കാണും, ടൈം ഈസ് ഓവർ. ഹെവൻലി പാസഞ്ചർ ട്രെയിനും ഇല്ല, കൗണ്ടർമാനും ഇല്ല, ആരുമില്ല, സമയം കഴിഞ്ഞു. പ്രഭാഷകന്റെ പുസ്തകം 28 അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ജീവിത അന്ത്യമോർത്ത് നീ നിന്റെ ശത്രുത അവസാനിപ്പിക്കും. അവസാനം ക്ഷമിക്കാം, മരണത്തിന്റെ തലേദിവസം ക്ഷമിക്കാം എന്ന് നാം വിചാരിക്കരുത്. എൻ്റെ സഹോദരങ്ങളെ, ഇതിന് നമ്മെ സഹായിക്കുന്ന ഒരു കഥയുണ്ട്. 3 യാത്രക്കാര് 3 ചാക്കുകെട്ടുകളും കൊണ്ടുപോവുകയാണ്. ഒന്നാമത്തെ യാത്രക്കാരൻ 2 ചാക്കുകെട്ടുകളുണ്ട്, ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും. അങ്ങനെ
ഇവന് നടക്കാൻ പറ്റുന്നില്ല, ഇവൻ ഏന്തി ഏന്തി വലിഞ്ഞാണ് നടക്കുന്നത്. അപ്പോൾ ഇവരെ നോക്കിക്കൊണ്ടിരുന്ന ഒരു വഴിയാത്രക്കാരൻ ചോദിച്ചു, എൻ്റെ സഹോദരൻ, നിനക്ക് എന്ത് പറ്റി? നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലോ, നീ എന്താ നീങ്ങാത്തത്? നിന്റെ ചാക്കുകെട്ടുകളിൽ എന്താണ് കിടക്കുന്നത്? അപ്പോൾ ആ യാത്രക്കാരൻ, ഈ കെട്ടുകൾ ചുമന്നു പോകുന്നവൻ ഒന്നാമൻ പറഞ്ഞു, എൻ്റെ മുന്നിലത്തെ ചാക്കിൽ ഞാൻ നിറച്ചിട്ടിരിക്കുന്നത് മറ്റുള്ളവർ ചെയ്ത ദ്രോഹങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ പിന്നിൽ ഞാൻ മറ്റുള്ളവർ ചെയ്ത നന്മകൾ നിറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നടന്നു പോകുമ്പോൾ കാണുന്നത് മുഴുവൻ മറ്റുള്ളവർ എനിക്ക് ചെയ്ത ദ്രോഹങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. ആ ദ്രോഹങ്ങൾ ഓർക്കുമ്പോൾ മനസ്സാകെ ഇടിഞ്ഞു പോകുന്നു. രണ്ടാമൻ വരികയാണ്. അവനും ഇതുപോലെ ഏന്തി വലിഞ്ഞാണ് നടക്കുന്നത്. ഇദ്ദേഹം ചോദിച്ചു, നിന്റെ ചാക്കുകെട്ടുകൾ നീ എന്താണ് നിറച്ചു വെച്ചിരിക്കുന്നത്? അവൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിലുള്ള ചാക്കിൽ ഞാൻ നിറയെ എൻ്റെ നന്മകൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. പിന്നിലോ ഞാൻ ചെയ്ത തെറ്റുകളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ട് നടക്കുവാൻ സാധിക്കാതെ? ഇവൻ നോക്കുമ്പോൾ ഇവന്റെ നന്മകളാണ് കാണുന്നത്. മറ്റുള്ളവരുടെ നന്മകളൊന്നും ഇവനെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതാ വരുന്ന മൂന്നാമത്തവൻ. അവൻ ഈസി ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അവൻ ഒരു കുഴപ്പമില്ല. മുന്നിൽ ഭാരമുണ്ട്, പക്ഷെ പിന്നിൽ ഭാരമില്ല. ഇവനോട് ചോദിച്ചു, നീ നിന്റെ ചാക്കുകെട്ടിൽ എന്താണ് ഇട്ടിരിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ മുന്നിൽ കിടക്കുന്ന ചാക്കിൽ മറ്റുള്ളവർ എനിക്ക് ചെയ്ത നന്മകൾ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണിക്കുമ്പോൾ ഒന്ന് നോക്കും, അപ്പോൾ മുന്നിൽ കാണുന്നത് മറ്റുള്ളവർ എനിക്ക് ചെയ്തു വെച്ചിട്ടുള്ള നന്മകളാണ്. അത് എന്നെ സന്തോഷിപ്പിക്കും. എന്നാൽ എനിക്കും മറ്റുള്ളവർ കുറെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ദ്രോഹങ്ങൾ ഞാനതെൻ്റെ പിന്നിലത്തെ ചാക്കിൽ എടുത്ത് എറിയും. ജീവിതമാകുന്ന യാത്രയിൽ മറ്റുള്ളവർ നമുക്ക് കുറേയധികം ദ്രോഹങ്ങൾ ചെയ്തു വെക്കും. ഈ ദ്രോഹങ്ങളൊക്കെ എടുത്ത് അവൻ പിന്നിലത്തെ ചാക്കിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യാത്രക്കാരൻ ചോദിച്ചു, പക്ഷേ നിന്റെ പിന്നിലെ ചാക്കിൽ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോഴാണ് ഇവൻ സൂത്രം പറഞ്ഞു കൊടുക്കുന്നത്. അതിന് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ പിന്നിൽ കിടക്കുന്ന ചാക്കിന്റെ അടിഭാഗം ഞാൻ കട്ട് ചെയ്തൊരു വലിയ ഓട്ടയാക്കി വെച്ചിരിക്കുക. ഞാൻ മറ്റുള്ളവരുടെ ദ്രോഹങ്ങളൊക്കെ പിന്നിലത്തെ ചാക്കിൽ ഇങ്ങനെ ഇടുമ്പോൾ അതങ്ങനെ വഴിയിൽ വീണു പൊക്കോളും, എനിക്കൊരു ഭാരവും ഇല്ല എന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഇങ്ങനെയാണെങ്കിൽ ഭാരം കൂടാതെ നമുക്ക് സ്വർഗത്തിലെത്താം. നമുക്ക് ജീവിതയാത്രയിൽ സഹനങ്ങളും വേദനകളും ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഈ കഥ നമുക്ക് ഓർക്കാം. മറ്റുള്ളവർ തരുന്ന വേദന നമുക്ക് പിന്നിലെ ചാക്കിലിടാം. ആ ചാക്കിന്റെ അടിയിൽ ഒരു ഓട്ടയും വെക്കാം. എല്ലാ ദ്രോഹങ്ങളും എവിടെയൊക്കെയോ പോകട്ടെ, മനസ്സിൽ തങ്ങി നിൽക്കാതിരിക്കട്ടെ. എന്നാൽ മറ്റുള്ളവർ എന്തെങ്കിലും നന്മ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടയില്ലാത്ത ചാക്കിൽ അത് നമുക്ക് നിറച്ചു വെച്ച് നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണണം മറ്റുള്ളവർ ചെയ്തിട്ടുള്ള ഒരു ചെറിയ നന്മ പോലും. അത് നമ്മളെ ജീവിതത്തിൽ പ്രത്യാശയുള്ളവരാക്കും. 1 പത്രോസ് 4:8 കർത്താവ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് ഗാഢമായിട്ടുള്ള സ്നേഹമുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ സ്നേഹവും ക്ഷമാശീലവും എല്ലാവരും അറിയട്ടെ. സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു എന്നാണ് പറയുക. പീഡിപ്പിക്കുന്നവരെ സ്നേഹിക്കണം, അതിലാണ് വലിയ നിധി ഇരിക്കുന്നത് എന്ന്. ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ ഫാദർ ചാക്കോ ബർണാഡ് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിവൈൻ മെഡിസിൻ ഇൻ ദ വേൾഡ്. ഏറ്റവും വലിയ ഔഷധമാണ് ഈ ക്ഷമ. എന്തുമാത്രം ജനങ്ങളാണ് ക്ഷമിക്കാത്തത് കൊണ്ട്, വെറുപ്പ് വൈരാഗ്യം വെച്ചിരിക്കുന്നതുകൊണ്ട് ശരീരത്തിൽ തന്നെ രോഗാവസ്ഥയിൽ തുടരുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാം, ഓരോ ക്ഷമയും പാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് മുക്തി കൊടുക്കുന്നതാണെന്ന്. പാപിനിയായ സ്ത്രീയോട് കർത്താവ് ക്ഷമിച്ചപ്പോൾ അവൾ വിശുദ്ധിയായി മാറി, പാപം പുറത്തു. അതുപോലെ കർത്താവ് ലൊങ്കിനോസിനോട് ക്ഷമിച്ചു, അവന്റെ കണ്ണു സുഖപ്പെട്ടു, അവൻ വിശുദ്ധനായി. കൂനിയായ സ്ത്രീയോട് കർത്താവ് ക്ഷമിച്ചു. ഈ കൂനിയായ സ്ത്രീ ആരാണെന്ന് മരിയ വാഴ്ത്തോർത്ത് പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന് ജന്മം നൽകാനായി ഒരു സ്ഥലം അന്വേഷിച്ച് ഒരു പ്രഭുവിന്റെ വീട്ടിൽ കയറിയപ്പോൾ വാതിൽ കൊട്ടിയടച്ചതാണ് രക്ഷകന്റെ മുന്നിൽ. ആ പ്രഭുവിന്റെ ഭാര്യയാണ് ഈ കൂനി. എന്ന് രക്ഷകന്റെ മുന്നിൽ അവൾ വാതിൽ കൊട്ടിയടച്ച് അന്നു മുതൽ അവൾ കൂനാൻ തുടങ്ങി. അവസാനം ഈ രക്ഷകൻ അവളോട് പൊറുക്കേണ്ട വന്നു, അവൾക്ക് ഈ കൂനിൽ നിന്ന് രക്ഷപ്പെടാൻ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് അതാണ് പറയുന്നത്, നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളോട് പിതാവും ക്ഷമിക്കും. മത്തായിയുടെ സുവിശേഷം 18:35. നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കർത്താവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. വീണ്ടും ചാക്കോ ബർണാഡ് ഇങ്ങനെ പറയുന്നുണ്ട്, എ മാൻ വിത്തൗട്ട് പേഷ്യൻസ് ഈസ് എ ലാംപ് വിത്തൗട്ട് ഓയിൽ എന്ന്.
ക്ഷമയില്ലാത്തൊരു മനുഷ്യൻ എണ്ണയില്ലാത്തൊരു വിളക്ക് പോലെ, അത് കരിന്തിരി കത്തി കത്തി അവസാനിക്കും. ദി പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് അവർ ഫെയ്ത്ത് ഈസ് പേഷ്യൻസ് എന്നാണ് പറയുക. നമ്മുടെ വിശ്വാസത്തിന്റെ മുക്കാൽ ഭാഗവും ക്ഷമയാണ് അടങ്ങിയിരിക്കുന്നത്. ക്ഷമയുടെ മേഖലകൾ നാം നോക്കുകയാണെങ്കിൽ ആദ്യം നാം നമ്മോട് തന്നെ ക്ഷമിക്കണം. ഞാൻ ഒന്നിനും കൊള്ളില്ല, എന്നെ ദൈവം ഒന്നും ആക്കിയില്ല എന്നൊക്കെയുള്ള ചിന്തയാണ് ഏറ്റവും അപകടം. അതുകൊണ്ട് നാം നമ്മോട് തന്നെ ക്ഷമിക്കണം. രണ്ടാമത്, നാം ദൈവത്തോട് ക്ഷമിക്കണം. അകാല മരണം നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ ഇട്ടു തന്നില്ലെങ്കിൽ ദൈവത്തോട് നമുക്ക് വെറുപ്പാണ്. മാതാപിതാക്കളോട് ക്ഷമിക്കണം നാം. കാരണം എന്നെ സ്നേഹിക്കുന്നില്ല മാതാപിതാക്കൾ എന്നുള്ള ഒരൊറ്റ വെറുപ്പ് മൂലം എത്ര അനുഗ്രഹങ്ങളാണ് മക്കളുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. പിന്നീട് ഭാര്യാഭർത്തൃ ബന്ധം, അവർ തമ്മിൽ ക്ഷമിക്കണം. അയൽവാസികൾ തമ്മിൽ ക്ഷമിക്കണം. മാർക്കോസിന്റെ സുവിശേഷം 12:31 കർത്താവ് അങ്ങനെയാണ് പറയുക, നിന്നെ അയൽക്കാരനെ നീ സ്നേഹിക്കണം. സഹപ്രവർത്തകരോട് നാം ക്ഷമിക്കണം. ഈ ക്ഷമയില്ലാത്ത മേഖലകൾ എല്ലാം വെറുപ്പായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കിടക്കും. എന്നാൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് എങ്ങനെയാണ് ക്ഷമിക്കാൻ കഴിയുക? നാം ആദ്യത്തെ സൂത്രപ്പണി കണ്ടു കഴിഞ്ഞു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഇവരോട് പൊറുക്കണമേ. നമുക്കും അങ്ങനെ പറയാം. ചാക്കുകെട്ടുകൾ നാം കണ്ടു. അവർ ചെയ്ത ദ്രോഹങ്ങളൊക്കെ പിന്നിലെ ഒട്ടയുള്ള ചാക്കിലിടാം. ഒരുപക്ഷെ നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു എന്ന് വരും. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 23:34 നാം എപ്പോഴും ഓർക്കുന്നു കുരിശിൽ കിടക്കുന്ന ഈശോ. കൊളോസസ്കാർക്ക് എഴുതിയ ലേഖനം 3:13 നാം കാണുന്നു, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. യെശയ്യാ 65:17 കർത്താവ് പറയുന്നു, പൂർവ്വകാലങ്ങൾ ഞാൻ ഓർക്കുന്നേയില്ല, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും. എൻ്റെ സഹോദരങ്ങളെ, ഒരു വ്യക്തി ഒരു പാപം ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, അവൻ പൂർണ്ണമായി മനസ്തപിച്ചു. വീണ്ടും അവനെ ഇത് ഓർമ്മിപ്പിക്കരുത്. വീണ്ടും ആ കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. കാരണം അടച്ചു വെച്ച ചാപ്റ്റർ അടച്ചു തന്നെ ഇരിക്കട്ടെ. തമ്പുരാന്റെ മുന്നിൽ പുതിയൊരു വാതിൽ തുറന്നാൽ നീ എങ്ങനെ ക്ഷമിച്ചു അതുപോലെ നിന്നോടും ക്ഷമിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 50:20 നാം കാണുന്നുണ്ട്, ജോസഫ് പറയുന്നത്, അവനെ സഹോദരന്മാർ കിണറ്റിൽ തള്ളിയിട്ടു, പക്ഷേ അത് വലിയൊരു നന്മയ്ക്കായിരുന്നു. അവനെ അടക്കമുള്ള എത്രയോ രാജ്യത്തിലെ മക്കൾ അവന്റെ അടുത്ത് വന്ന് ധാന്യം ചോദിച്ച് അവർ ദാരിദ്ര്യത്തിന്റെ കാലത്ത് സമ്പത്തിൽ പോലെ കഴിയാൻ ഇടവന്നു. അവന് ദിവ്യമായ ദർശനങ്ങൾ കൊടുത്തു. ഈ സഹോദരന്മാർ ചെയ്ത തിന്മ അവൻ ക്ഷമിച്ചതുകൊണ്ട്. ജോസഫ് ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ് സഹോദരങ്ങളെ. മറ്റുള്ളവർ ചെയ്ത തിന്മ നോക്കിയിരിക്കാതെ അത് ക്ഷമിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ദൈവം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തും. ലൂക്കായുടെ സുവിശേഷം 17:3 പറയുന്നുണ്ട്, ഒരു സഹോദരനോ സഹോദരിയോ നിന്നോട് തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്ന് അവനും നീയും മാത്രമുള്ളപ്പോൾ അവനെ പറഞ്ഞ് തിരുത്തണം. അത് നമ്മുടെ കടമയാണ്. എന്നിട്ടും അവൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ കർത്താവ് പറഞ്ഞു, അവനെ അവന്റെ വഴിക്ക് വിടുക. ക്ഷമ കൊടുക്കാം, നമുക്ക് ചിത്രം മാറ്റി വരയ്ക്കാം. അപ്പോൾ കർത്താവ് നമ്മുടെ ചിത്രവും മാറ്റി വരയ്ക്കും. മത്തായിയുടെ സുവിശേഷം 18:22 കർത്താവ് പറയുന്നുണ്ട്, 770 തവണ നാം ക്ഷമിക്കണം. അങ്ങനെ കണക്കൂട്ടി വരുമ്പോൾ 3430 പ്രാവശ്യം നാം ക്ഷമിക്കണം. എൻ്റെ സഹോദരങ്ങളെ, അത്രയ്ക്കൊന്നും ക്ഷമ മുന്നോട്ട് പോയില്ലെങ്കിലും കർത്താവ് പറയുന്നുണ്ട്, 10 പ്രാവശ്യം നാം ക്ഷമിക്കാൻ തയ്യാറായാൽ 11ാമത്തെ പ്രാവശ്യം മറ്റുള്ളവർ നമ്മെ ഉപദ്രവിക്കുമ്പോൾ അത് നമുക്ക് ഹൃദയത്തിന് ഒന്നും തട്ടാത്ത പോലെ, ചേമ്പലിയിൽ വെള്ളം പോകുന്ന പോലെ അത് പൊയ്ക്കൊള്ളും. നമ്മുടെ കർത്താവ് അവിടെ ഇടപെടും. 18:35 മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെയാ പറയുന്നത്, നീ നിന്റെ സഹോദരൻ ക്ഷമിച്ചില്ലെങ്കിൽ നിന്റെ ദൈവം നിന്നോടും ക്ഷമിക്കുകയില്ല. വളരെ ശരിയാണ് സഹോദരങ്ങൾ. ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ 2ാമത്തെ മകൻ ഒരു വലിയ കേസിൽപ്പെട്ട് വീട്ടിലേക്ക് കയറാൻ സാധിക്കാതെ അവന്റെ മമ്മിയെ റോട്ടിൽ നിന്ന് കണ്ട് അവൻ ഒളിച്ചു പാർക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് എന്നെ സമീപിച്ചപ്പോൾ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു, അവന്റെ അപ്പച്ചന്റെ അമ്മയെ അവനാണ് വീട്ടിൽ നിന്നും പുറത്താക്കിയത്. കാര്യങ്ങൾ ചെകഞ്ഞ് അന്വേഷിച്ചപ്പോൾ ഒന്ന് മനസ്സിലായി, ആ അമ്മാമ്മ പിന്നീട് അവന്റെ വീട്ടിൽ താമസിച്ചിട്ടില്ല. കർത്താവ് അവരോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, എൻ്റെ സഹോദരനെ, സ്വന്തം സഹോദരനെ നീ സ്നേഹിച്ചില്ലെങ്കിൽ നിന്നെ നിന്റെ ദൈവവും സ്നേഹിക്കില്ല. നീ നിന്റെ അമ്മൂമ്മയെ പടിക്കിറക്കിയെങ്കിൽ ഞാൻ നിന്നെ റോട്ടിലേക്ക് ഇറക്കും. അനുദപിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ തളർവാദ രോഗിയോട് പറയുന്നുണ്ട്, മകനെ,
നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. രോഗം മാറാനായിട്ടാണ് തളർവാദ രോഗിയെ കൊണ്ടുവന്നത്. പക്ഷേ കർത്താവ് പറയുന്നത് നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് കണക്റ്റഡ് ആണ്. പാപം ക്ഷമിച്ചാൽ രോഗം മാറും. ക്ഷമ നടന്നാൽ രോഗത്തിൽ നിന്ന് മുക്തി ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 5:22 പറയുന്നുണ്ട്, സഹോദരനോട് കോപിച്ചാൽ നിത്യനരകത്തിൽ വീഴുമെന്ന്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം നോക്കിയാൽ സഹോദരങ്ങളോടുള്ള ക്ഷമ, സഹോദര സ്നേഹം, ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു വെക്കും, ഒരു വ്യക്തിയോട്, ഒരു കുടുംബത്തിലെ ഒരു അംഗത്തോട് നീ പറഞ്ഞിട്ട് അത് ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ വടംവലി നടത്തരുത്. ഒരിക്കൽ ഒരു ആനയും 30 സ്ത്രീകളും തമ്മിൽ വടംവലി മത്സരം. ആന ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക, സ്ത്രീകളുടെ ശക്തി തെളിയിക്കാൻ 30 ആളും വലിച്ചുകൊണ്ടിരിക്കുക. അവസാനം ആനയ്ക്ക് ആകെ ഒരു സുഖമില്ല, ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ആന എന്ത് വിചാരിച്ചു, ഇവരൊക്കെ ഇവിടെ കിടക്കട്ടെ. ആന ഇങ്ങനെ നന്നായി വലിച്ച് ആ വടം പെട്ടെന്ന് വിട്ടു തുമ്പിക്കൈന്ന്. കാരണം അവിടെ അപ്പുറത്ത് നല്ല പട്ട കിടക്കുന്നുണ്ട്. ആന അത് തിന്നാൻ പോയി. പക്ഷേ ആ മത്സരത്തിൽ ആനയ്ക്കാണ് സമ്മാനം കിട്ടിയത്, മറ്റവർ വീണത് കൊണ്ട്. എന്തായാലും ഈ വടംവലി ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യില്ല. ഞാൻ പറയുന്നതാണ് ശരിയെന്ന് അധികം തർക്കിക്കാൻ നിൽക്കരുത് എന്നാണ് ക്രിസ്ത്യാനുകരണത്തിൽ പറയുന്നത്. ഒരു ഇറ്റാലിയൻ ചിത്രകാരൻ കർത്താവിൻ്റെ ചിത്രം വരയ്ക്കാനായിട്ട് നടന്മാർ അന്വേഷിക്കുകയാണ്. മിശിഹായുടെ ചരിത്രം വരച്ച് അവസാനത്തെ ഒറ്റുകൊടുക്കലിൻ്റെ രംഗമൊക്കെ വന്നപ്പോൾ യൂദാസിൻ്റെ ഒരു മുഖം കിട്ടണം. അതിനിങ്ങനെ അന്വേഷിച്ച് പിടിച്ച് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ദുഷ്ടതകളും കൂടി വന്ന ഒരു മുഖം, അങ്ങനെ ഒരു മുഖം കണ്ടെത്താൻ പറ്റാതെ അവസാനം അദ്ദേഹം കണ്ടെത്തി വക്രതയുടെ ഒരു മുഖം, ദുഷ്ടതയുടെ ഒരു നിറവ്. അവനെ വിളിച്ചു കൊണ്ടുവന്നു. യൂദാസിന് വേണ്ടി പോസ് ചെയ്യാമെന്ന് പറഞ്ഞു, പണം കിട്ടുമല്ലോ. അവൻ അങ്ങനെ ഇരുന്ന് ഇദ്ദേഹം പെയിന്റ് ചെയ്യുമ്പോൾ ആ ദുഷ്ടനാണ് എന്ന് കരുതി ചിത്രകാരൻ കൊണ്ടുവന്ന യൂദാസിന്റെ ആ പ്രതീകം ചോദിച്ചു, താങ്കൾക്ക് എന്നെ അറിയുമോ എന്ന്. അപ്പോൾ ചിത്രകാരൻ പറഞ്ഞു, ഞാൻ നിന്നെ അറിയില്ല. അപ്പോൾ ഈ യൂദാസ് ആകുന്ന മനുഷ്യൻ പറയുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ ഉണ്ണീശോയെ വരയ്ക്കാൻ വേണ്ടി ഒരു ഉണ്ണിയെ അന്വേഷിച്ച് നടന്നിരുന്നു. അങ്ങനെ നിങ്ങൾ കണ്ടെത്തിയ ഉണ്ണി ഞാനായിരുന്നു. എൻ്റെ ചിത്രമാണ് നിങ്ങൾ വരച്ചത്. എൻ്റെ സഹോദരങ്ങളെ, എങ്ങനെയാണ് നിർമ്മലതയുടെ, വാത്സല്യത്തിൻ്റെ എല്ലാം മുഖഛായ ഉള്ള ഉണ്ണികൾ യൂദാസിൻ്റെ മുഖമായിട്ട് മാറുന്നത്? നമുക്ക് ചിന്തിക്കാം. വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, ആസക്തികളുടെ നടുവിൽപ്പെട്ട് മനുഷ്യൻ്റെ മുഖഛായ മാറുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തത്? ഹെബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയുകയില്ല. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ദൈവകൃപ നഷ്ടമായി. വിദ്വേഷം നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുന്നിടത്തോളം നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാ നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്തത്? ആയമോക്കെ, ഞാനാണ് ശരി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയുകയില്ല. നമ്മിൽ തെറ്റില്ല എന്ന് നാം ചിന്തിച്ചാൽ നമുക്കൊരിക്കലും ഞാനൊരു ശരിയാണ്, പിന്നെ ഞാൻ എന്തിനു മറ്റുള്ളവരുടെ മുമ്പിൽ താഴണം? ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ നാം ഇനി എന്തു ചെയ്യും? ക്ഷമയുടെ അരൂപിക്കായി പ്രാർത്ഥിക്കണം. നാം വെറുക്കുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ അതിദാരുണമായ പീഡകളെ ഓർത്ത്, പിതാവേ, ഇന്ന വ്യക്തിയുടെ പേര് പറഞ്ഞ് ഇവനോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒരിക്കൽ ഒരമ്മ പറയുകയാണ്, ഒരമ്മയുടെ മകൻ ഡോക്ടറാണ്. ഡോക്ടർ ഡൈവോഴ്സിന്റെ വക്കത്താണ് നിൽക്കുന്നത്. ഡൈവോഴ്സ് ഏകദേശം കഴിഞ്ഞു. ഇദ്ദേഹം, യുവാവായ ഈ ഡോക്ടർ, ഒരു ദിവസം 4 മണി സമയത്ത് ചായ കുടിക്കുവാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ ബിസ്ക്കറ്റും പാക്കറ്റും ചായയും എടുത്തു വെച്ച് കൊടുത്തു. ഉടനടി അദ്ദേഹം ആ ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്ത് ദേഷ്യത്തോടു കൂടി മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. അമ്മ ചോദിച്ചു, മോനെ എന്തു പറ്റിയെന്ന്. അപ്പോൾ ആ മകൻ പറഞ്ഞത് ഇപ്രകാരമാണ്, അതിൻ്റെ പേര് മമ്മി ശ്രദ്ധിച്ചോ എന്ന്. ഈ മമ്മി ആ പാക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ അവൻ്റെ ഭാര്യയുടെ പേരാണ് ആ ബിസ്ക്കറ്റിന്മേൽ യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഇതുപോലെയാണ് ചിലർക്ക് പേര് കേൾക്കുമ്പോൾ പോലും വെറുപ്പാണ്. അതിനെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ പേരുള്ള വ്യക്തിയാണ് അവരുടെ ജീവിതം തകർത്തത്. ചിലപ്പോൾ ചിലർക്ക് ചില
സ്ഥലങ്ങളോട് ക്ഷമിക്കാൻ കഴിയില്ല. കാരണം ആ സ്ഥലത്ത് വെച്ചാണ് അവരുടെ ജീവിതം തകർന്നത്. ആന്തരിക മുറിവുകളുടെ ഒരു മേഖലയാണിത്. കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക, അത്ര തന്നെ നമുക്ക് പറ്റുള്ളൂ. ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ജീവിത അന്ത്യം ഓർക്കുക. അതിൽ നിന്ന് വിടുതൽ കിട്ടിയാൽ തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി നമ്മുടെ ജീവിതത്തിലേക്ക് വരും. 2 സാമുവേൽ 16:10 കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് പറഞ്ഞിട്ടാണ് അവർ ഇങ്ങനെ നിന്നോട് ചെയ്യുന്നത്. ധൂർത്തുപുത്രന്റെ കഥയിൽ ധൂർത്തുപുത്രൻ പിതാവിനോട് ചോദിക്കുന്നുണ്ട്, പിതാവേ, എൻ്റെ കൂട്ടുകാരൊന്നും എന്നെ സഹായിച്ചില്ല, എനിക്ക് അതാണ് ഏറ്റവും വിഷമമായത്. അപ്പോൾ പിതാവ് പറയുന്നുണ്ട്, എൻ്റെ മകനെ, ഞാൻ പറഞ്ഞിട്ടാണ് അവർ നിന്നെ സഹായിക്കാഞ്ഞത്. അതെന്തുകൊണ്ടാണ് പിതാവേ എന്ന് ചോദിക്കുമ്പോൾ പിതാവ് പറയുകയാണ്, മോനെ, ഈ കാണുന്ന പ്രോപ്പർട്ടി മുഴുവൻ എൻ്റെയാണ്, ഇവിടെയുള്ളവരെല്ലാം എൻ്റെ ജോലിക്കാരാണ്, ഞാൻ പറയുന്നതേ അവർ അനുസരിക്കുകയുള്ളൂ. നീ ഇവിടുന്ന് പൈസയും കൊണ്ട് പോയപ്പോൾ ഞാൻ എല്ലാവരെയും അറിയിച്ചിരുന്നു, അവൻ്റെ പൈസയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കൊള്ളൂ, ആ പൈസ തീരുന്നതുവരെ നിങ്ങൾ അവനോട് കൂട്ടുചേർന്നോളൂ. പക്ഷേ പൈസ ഇല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഒരൊറ്റ ചില്ലിക്കാശ് പോലും അവന് കൊടുത്തു പോകരുത്. അങ്ങനെ കൊടുത്താൽ ഞാൻ പിന്നെ എൻ്റെ സ്ഥലത്ത് നിങ്ങൾ ജോലിക്കായിട്ട് വെക്കില്ല എന്ന്. എന്തുകൊണ്ടാണ് പിതാവ് ഇങ്ങനെ കർശനമായ നിയമം കൊടുത്ത് അവനെ ദ്രോഹിച്ചത്? പിതാവ് ഇങ്ങനെ പറയുകയാണ്, അവർ പൈസ തന്നിരുന്നുവെങ്കിൽ നീ അവരോട് കൂടെ വീണ്ടും ചേരുമായിരുന്നു. എനിക്കെൻ്റെ പുത്രനെ തിരിച്ചു കിട്ടാൻ ഞാൻ സഹനങ്ങൾ ജീവിതത്തിൽ ഇട്ടുതരും. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഇട്ടുതരും, വേദനകൾ തരും. അതെല്ലാം പിതാവിലേക്ക് നമ്മെ ചേർക്കുവാനാണെന്ന്. എല്ലാം വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. വിട്ടുകൊടുത്താൽ അത് പിതാവ് കൈകാര്യം ചെയ്തുകൊള്ളും. ഒരു കഥയിൽ ഇങ്ങനെയാണ് പറയുക, ഒരു കള്ളൻ മോഷ്ടിക്കാനായിട്ട് പോകുമ്പോൾ അവൻ അമ്പലങ്ങളിലും പള്ളികളിലും ഒരുപോലെ കയറി പ്രാർത്ഥിക്കും. ഹിന്ദുക്കളുടെ വീടാണ് കക്കാൻ പോകുന്നതെങ്കിൽ അവൻ ക്രിസ്ത്യാനികളുടെ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കും. ക്രിസ്ത്യാനിയുടെ വീടാണ് മോഷ്ടിക്കാനായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരിക്കൽ ഒരു ഹൈന്ദവന്റെ വീടാണ് കൊള്ളയടിക്കാൻ പോകുന്നത്. അവൻ ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ മോഷണ പ്രവർത്തനം നന്നായി നടക്കണേ. അങ്ങനെ അവൻ ഇറങ്ങിപ്പോരുമ്പോൾ അവൻ കുറച്ചു ദൂരം വന്നപ്പോൾ പിന്നിൽ ആരോ വരുന്നുണ്ടെന്ന് തോന്നി. അങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ ഓടിയവൻ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ഒരു സ്വരം കേൾക്കുന്നുണ്ട്, എൻ്റെ മോനെ, നീ നിൽക്ക് അവിടെ, നീ ഒന്ന് നിൽക്ക് എന്ന്. പക്ഷെ ഇവനത് ശ്രദ്ധിക്കുന്നില്ല. ഓടി ഒരു കിണറ്റിൽ വീണു. വീണ വശം അവനൊരു മുള്ളും കമ്പിമ്മൽ പിടിച്ചു. അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, അടിയിൽ വെള്ളം ഒഴുകുന്ന സ്വരം. അപ്പോഴും ഈ പിതാവ് പറയുന്നുണ്ട്, മോനെ, നീ പിടിവിട്, നീ ആ പിടി ഒന്ന് വിട്ടേൻ. പക്ഷെ ഇവൻ പറയുന്നുണ്ട്, എനിക്ക് നീന്താൻ അറിയില്ല, ഈ പിടിവിട്ടാൽ ഞാൻ വെള്ളത്തിൽ മുങ്ങി ചാവില്ലേ, അതുകൊണ്ട് ഞാൻ ഈ പിടിവിടില്ല. അവനെ മുറുക്കെ പിടിച്ച് രക്തം വാർന്ന് അവൻ അവിടെ തല കറങ്ങി വീണു. അപ്പോഴാണ് അവൻ അറിയുന്നത്, അവന്റെ തന്നെ അത്രയും ഉയരമുള്ള ഒരു കുണ്ടിലാണ് അവൻ വീണ് കിടക്കുന്നത്. ആ കുഴിയിൽ മഴവെള്ളമാണ് കെട്ടിവന്ന് കിടക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവം നമ്മോട് പറയുന്നുണ്ട്, പിന്നാലെ നടന്ന്, മോനെ, നീ ആ പിടിവിട്, മറ്റുള്ളവരോടുള്ള വെറുപ്പ് നീ ഒന്ന് എടുത്തു മാറ്റ്. ഇനിയും നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്ഷമയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് മധ്യസ്ഥത്തിനായി വിളിക്കാം. അമ്മ മാതാവ് നമ്മുടെ ഹൃദയം കയ്യിലെടുത്ത് യേശുവിനായിട്ട് കാഴ്ച കൊടുക്കും. അവൻ അതിൽ ക്ഷമയെ നമുക്ക് വെച്ചു തരുമെന്നാണ് പറയുന്നത്. എന്തിനാണ് സഹോദരങ്ങളെ മറ്റുള്ളവർ നമ്മെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? മറ്റുള്ളവർ നമ്മെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ നാം നേരത്തെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ട്, അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഒരിക്കൽ ഒരു സഹോദരി വന്ന് പറഞ്ഞു, ഈ മനുഷ്യൻ എന്നെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, അവരുടെ കുടുംബത്തിലൊരു അംഗമാണ്. അപ്പൊ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, ഇത്രമാത്രം ഉപദ്രവങ്ങൾ അവൻ തന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്തിനാണ് അവൻ നിങ്ങൾ ഉപദ്രവിക്കുന്നതെന്ന്? കർത്താവിന്റെ സ്വരം, എന്തിനാണ് ദൈവമേ? നീ അവനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയേ, അവൻ എന്നെ എന്തുമാത്രം വിഷമിപ്പിക്കുന്നേ. നിന്നെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? അവന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ഞാൻ പറഞ്ഞു, അവന് വേണ്ടി പ്രാർത്ഥിക്കേ. നമ്മെ ആര് ദ്രോഹിക്കുന്നുവോ, നമ്മെ ആര് വഞ്ചിക്കുന്നുവോ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ ഏതെങ്കിലും അവസ്ഥകളിൽ അവർ തെറ്റിതിരിച്ചറിയും, അവർ ദൈവത്തിന്റെ മക്കളാകും. എൻ്റെ സഹോദരങ്ങളെ, ചതിച്ചവനെ തിരിച്ച് ചതിക്കലല്ല നമ്മുടെ ഡ്യൂട്ടി. ചതിച്ചവനെ ആ ചതിയുടെ സ്വഭാവത്തിൽ നിന്നും കൈപിടിച്ച് ഉയർത്തുകയാണ് നമ്മുടെ ഡ്യൂട്ടി. അതിന് നാം എന്ത് ചെയ്യണം? അവനോട് ക്ഷമിച്ച് അവന് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തണം. എന്തെങ്കിലും അവൾ രക്ഷപ്പെട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അത് ഒരു നക്ഷത്രമായി
നമ്മുടെ ഒരു കൃപയുടെ നാണയത്തൊട്ടായി ദൈവം നമുക്ക് തരും. നീ അന്ന് സഹനങ്ങൾ ഏറ്റെടുത്ത് സഹിച്ച് രക്ഷപ്പെടുത്തിയ ഒരു ആത്മാവാണ് ഇതെന്ന്. ഇതിൽ പരം ഒരു ക്രിസ്ത്യാനിക്ക് എന്താണ് സന്തോഷിക്കാനുള്ളത്? കാരണം ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം ഈ ലോക ജീവിതമല്ല, ഇതിനപ്പുറം പിതാവിന്റെ മടിയിലേക്ക് എത്തേണ്ട ഒരു ജീവിതം. അതിന് നാം മാത്രം എത്തിയാൽ മതിയാവുകയില്ല. നമുക്ക് കൂട്ടിയേൽപ്പിച്ചു തന്ന നമ്മുടെ ചുറ്റുമുള്ള ആളുകളും ദൈവസന്നിധിയിൽ എത്തണം സഹോദരങ്ങളെ. അതിൽ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാകാം. ഒരു സാമ്പാറിന്റെ കറി എടുക്കുകയാണെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതിലെല്ലാ തരം പച്ചക്കറികളും ഇടും. അതിൽ വെണ്ടക്കായ ഉണ്ടാകും, അത് ഒരു വേവ് കാണുമ്പോഴേക്കും വഴുവഴു എന്നിനെ ആകുന്നതാ. ചേനയുണ്ടാകും, അത് കൈ തൊട്ടാൽ ചൊറിയുന്ന സ്വഭാവമുള്ള കുറെ ആളുകളുണ്ട്. ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര വേവിച്ചാലും വേവാതെ കിടക്കുന്ന കല്ലുപോലെ കിടക്കുന്ന കഷ്ണങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളെ, ഒരു സാമ്പാർ കറി പോലെയാണ് ജീവിതം. നമുക്ക് എല്ലാ തരത്തിലുള്ള ആളുകളെയും കർത്താവ് കൂട്ടിയേൽപ്പിച്ച് തന്നിട്ടുണ്ട്. ഈ സാമ്പാറിന്റെ കറി നല്ല ടേസ്റ്റ് ഉള്ളതാവണമെങ്കിൽ അതിൽ കുറച്ച് ഉപ്പും പുളിയും ചേർത്താൽ മതി. കർത്താവ് പറഞ്ഞിട്ടില്ലേ, വലിയ ഒരു പാത്രത്തിലെ മാവ് പുളിക്കാനായിട്ട് കുറച്ച് പുളി ചേർക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ. അതാണ് ദൈവരാജ്യത്തിന് സമീപം എന്ന് പറയുന്നത്. സാദൃശ്യം, ഈ കറിയിൽ ടേസ്റ്റ് ഉണ്ടാകാൻ കുറച്ച് ഉപ്പും പുളിയും ചേർക്കണമെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മെ വെറുക്കുന്നവരെ, തൊട്ടാൽ ചൊറിയുന്ന സ്വഭാവമുള്ളവരെ, എപ്പോഴും ചതിയുടെ മെന്റാലിറ്റി ഉള്ളവരെ, ഒന്ന് പറയുമ്പോഴേക്കും അത് അവിടെ ചെന്ന് പറഞ്ഞ് ബന്ധങ്ങൾ തകർക്കുന്നവരെ, ഇവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു പുളിമാവായിട്ട് മാറാൻ എന്തായിരിക്കും ആ പുളിമാവ്? ഇവർക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്താം. പ്രാർത്ഥനയുടെ ഈ പുളിമാവ് അവരുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധ അമ്മ അവരെ നീതിമാന്മാരായിട്ട് മാറ്റും. നാം ഇങ്ങനെ ക്ഷമിച്ചാൽ നമുക്ക് എന്താണ് ലഭിക്കുക? ജോഷയുടെ പുസ്തകം 3:5 പറയുന്നു, ഇന്ന് നിന്റെ ഹൃദയം നീ വിശദീകരിച്ചാൽ നാളെ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അതുപോലെ റോമ 12:14 പറയുന്നു, നിന്റെ ശത്രുവിന് വിശന്നാൽ നീ ഭക്ഷണവും അവന് ദാഹിച്ചാൽ ജലവും കൊടുക്കുക, അതുവഴി പശ്ചാത്താപത്തിന്റെ തീക്കനൽ നീ അവന്റെ തലയിൽ കുന്നുകൂട്ടുകയാണ് ചെയ്യുന്നത്. മാർക്കോസിന്റെ സുവിശേഷം 11:25 പറഞ്ഞു, നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്ക്, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. യാക്കോബിന്റെ പുസ്തകം 1:12 പറയാണ്, ക്ഷമയോടെ നിന്റെ പരീക്ഷണങ്ങൾ സഹിച്ചാൽ ജീവന്റെ കിരീടമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. ഫിലിപ്പീൻസ്കാർക്ക് എഴുതിയ ലേഖനം 4:5 പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ, സന്തോഷം കിട്ടും ക്ഷമയുള്ളവർക്ക്. മത്തായിയുടെ സുവിശേഷം 18:35 നാം കണ്ടു, നീ നിന്റെ സഹോദരൻ ക്ഷമിച്ചാൽ നിന്റെ പിതാവ് നിന്നോടും ക്ഷമിക്കും. അതുകൊണ്ടാണ് 2 പത്രോസ് 1:5 ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ ഉത്സാഹിക്കുവിനെന്ന്. ഇത്രയൊക്കെ കസർത്തുകൾ കാണിച്ചിട്ടും മറ്റേ വ്യക്തിയെ ക്ഷമിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? കർത്താവ് തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. മാർക്കോസ് 16:17 തിരുവചനം വെച്ച് പ്രാർത്ഥിക്കുക. മാർക്കോസ് 16:17 തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നാം എവിടെയൊക്കെ ആർക്കു വേണ്ടി ജ്ഞാനസ്നാനത്തിനായിട്ട് ലോകം മുഴുവൻ പോകുമ്പോൾ മാരകമായി എന്ത് കുടിച്ചാലും നിനക്കത് ഭവിക്കുകയില്ല, നിന്നെ അത് ഫലിക്കുകയില്ല. കാരണം കർത്താവ് പറഞ്ഞ നിന്റെ അഭിഷിക്ത പുരോഹിതർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഏത് മാരകമായ അവസ്ഥകളും നമ്മെ ബാധിക്കുകയില്ല. നാം ഒന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തികൾ വിട്ടുപോകും. നമുക്ക് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാം. മാർക്കോസ് 16:17 തിരുവചനം വെച്ച്, എന്നോട് ക്ഷമിക്കാൻ കഴിയാത്ത എൻ്റെ ആ സഹോദരിയുടെ ഹൃദയത്തിലുള്ള ദുരാത്മാവിനോട് പുറത്തു പോകാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. യേശു ഇറങ്ങി വന്ന് അവരെ പുറത്താക്കും. യോഹന്നാന്റെ സുവിശേഷം 13:14 നാം വായിക്കുന്നുണ്ട്, എല്ലാ ശിഷ്യന്മാരുടെയും കാലുകൾ കഴുകിയപ്പോൾ ഇവൻ ചതിയനാണ് എന്ന് പറഞ്ഞ് യൂദാസിന്റെ കാല് കർത്താവ് മാറ്റി വെച്ചില്ല. യൂദാസിന്റെയും കാലുകൾ കർത്താവ് കഴുകി, പക്ഷേ അതിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. രക്ഷാകര കർമ്മം മുടങ്ങിയുമില്ല. എൻ്റെ സഹോദരങ്ങളെ, എല്ലാവരുടെയും കാല് കഴുകാൻ നാം തയ്യാറാകണം. മറ്റേ വ്യക്തി ക്ഷമിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രധാനം. യൂദാസിന്റെ കാലും കഴുകി കർത്താവ്, പക്ഷെ അവന് മാറ്റമൊന്നും ഉണ്ടായില്ല. അത് വിചാരിച്ച് രക്ഷാകര കർമ്മം മുടങ്ങിയൊന്നുമില്ല. എല്ലാം അതിൻ്റെ രീതി പോലെ തന്നെ നടക്കും. സ്നേഹം എന്ന് വെച്ചാൽ നൽകുക എന്നാണ്. തിരിച്ചു കിട്ടുന്നത് വല്ലതുമുണ്ടെങ്കിൽ അത് സ്നേഹമല്ല എന്നാണ് പറയുക. സ്നേഹത്തിന് ഒരേ ഒരു കാര്യമേ അറിയൂ, കൊടുത്തുകൊണ്ടിരിക്കുക. കൊടുക്കുന്നതാണ് സ്നേഹം എന്നാണ് പുതിയ പഠനം. എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്ത്യാനുകരണം 3-ാം പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുക, അന്യരുടെ ശല്യങ്ങൾ നീ ക്ഷമയോടെ സഹിച്ചാൽ അത് നിന്റെ സ്വന്തം പാപത്തിന് പരിഹാരമാകും.
എവിടെ നോക്കിയാലും ഏത് വിശുദ്ധയുടെ ജീവചരിത്രം എടുത്താലും ക്ഷമയോടെയുള്ള സഹനം നമ്മൾ വിശുദ്ധിയിലേക്ക് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. അമ്പലത്തിലിരിക്കുന്ന ഒരു ചവിട്ടുകല്ലുകൾ, അമ്പലത്തിലിരുന്ന കല്ലുകള്, ചവിട്ടുകല്ല് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ്? അവനെല്ലാവരും ചവിട്ടി പോവുകയാണ്. അപ്പൊ അവൻ പ്രതിഷ്ഠയിരിക്കുന്ന പ്രതിഷ്ഠക്കല്ലിനെ നോക്കി പറയാം, നിന്റെ ഒരു ഭാഗ്യേ, കാരണം നിന്നെ ഇങ്ങനെ പാലൊഴിക്കുന്നു, തേനൊഴിക്കുന്നു, തൊട്ടുമുത്തുന്നു, നിന്റെ ഒരു ഭാഗ്യം, എന്നെ എല്ലാവരും ചവിട്ടി തുപ്പി കടന്നു പോവുക. അപ്പോൾ ഈ പ്രതിഷ്ഠകല്ല് പറഞ്ഞു, സഹോദര, നമ്മൾ രണ്ടുപേരും ഒരേ പാറമടയിലാണ് കിടന്നത്. ഈ ആശേരി വന്ന് നിന്നെ ഒരു തട്ട് നോക്കി, പ്രതിഷ്ഠകല്ല് തേടി വന്നതാ അവര്. ആദ്യം നിന്നെ എടുത്തത്. അങ്ങനെ ചെത്തി മിനുക്കാൻ നോക്കിയപ്പോ നീ ബഹളം അടിച്ചില്ലേ, അതുകൊണ്ടല്ലേ നിന്നെ അവിടെ ചവിട്ടുകല്ലാക്കി മാറ്റിയത്. പിന്നെ അവർ എന്നെ തിരഞ്ഞെടുത്തത്. ആശേരിയെ വന്ന് എന്നെ കൊത്തി നുറുക്കുമ്പോ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ഞാനതൊക്കെ ക്ഷമയോടെ സഹിച്ചത് കൊണ്ടാ ഇങ്ങനെ ഞാനൊരു പ്രതിഷ്ഠകല്ലായിട്ട് മാറിയത്. എൻ്റെ സഹോദരങ്ങളെ, നമുക്കും ഇതുപോലെ പ്രതിഷ്ഠകല്ലായി മാറാൻ പ്രാർത്ഥിക്കാം. നോർമൻ വിൻസെന്റ് പീലിന്റെ ജീവിത വിജയം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ദ്രോഹിച്ചവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക, ക്രിസ്തുവിന്റെ സ്നേഹം അവന് വേണ്ടി എന്നിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക, തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കുക, തുറന്ന കുമ്പസാരം നടത്തുക, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുക, ദേഷ്യപ്പെടുത്തിയ കാര്യം മറന്നു കളയുക. പശു അയവിറക്കുന്നത് പോലെ നേരം കിട്ടുമ്പോൾ അന്നുണ്ടായ ദ്രോഹമൊക്കെ ഒന്ന് അയവിറക്കാം, കഴിഞ്ഞു, പിന്നെ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ക്ഷമിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് മറക്കാൻ ബോധപൂർവം നാം ശ്രമിക്കണം. ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിലെ ചിന്തകളിലേക്ക് വരാൻ അനുവദിക്കരുത്. കാരണം മരണം വരെ മഞ്ചയിലേക്ക് എടുത്തു വെക്കുന്നത് വരെ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇത്രയും വലിയൊരു സൂര്യൻ ഭൂമിയിൽ ഉദിച്ചു നിൽക്കുമ്പോൾ അതിന്റെ പ്രകാശം നമ്മളിലേക്ക് കടക്കാതിരിക്കാൻ നമ്മളൊരു കൊടയാ പിടിക്കുന്നത്, ഒരു ചെറിയ കൊട. കറുത്ത ശീലയുള്ള ഒരു കൊട പിടിച്ചാൽ സൂര്യന്റെ പ്രകാശം പിന്നെ നമ്മളിലേക്ക് വരില്ല, വെയിലിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. ഇതുപോലെ തന്നെയാണ് നീതിസൂര്യനായ ഈശോയുടെ പ്രകാശം നമ്മളിലേക്ക് വരാതിരിക്കാൻ വിദ്വേഷത്തിന്റെ ഒരു കൊട. ഈ വിദ്വേഷം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ സൂര്യന്റെ പ്രകാശം നമ്മളിലേക്ക് വരികയില്ല. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം സഹോദരങ്ങളെ, ക്ഷമയുള്ളവരാകാം, ക്ഷമ കൊടുക്കാം, ചിത്രങ്ങൾ മാറ്റി വരയ്ക്കാം. നമുക്ക് മദർ തെരേസ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ഹൗ മച്ച് വി ഡു ബട്ട് ഹൗ മച്ച് ലവ് വി പുട്ട് ഇൻ ദാറ്റ് ഡൂയിങ്. നമ്മൾ എന്തുമാത്രം ചെയ്തു എന്നല്ല ദൈവം നോക്കുക, ഈ ചെയ്തതിൽ എന്തുമാത്രം സ്നേഹം നീ നിറച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഹൗ മച്ച് വി ഗിവ് ബട്ട് ഹൗ മച്ച് ലവ് വി പുട്ട് ഇൻ ദാറ്റ് ഗിവിങ്. നമ്മൾ കൊടുത്തത് എത്രയുണ്ട് എന്നൊന്നും അല്ല കർത്താവ് നോക്കുക, എത്ര സ്നേഹത്തോടു കൂടിയാണ് അത് കൊടുത്തത്. സ്നേഹമാണ് സർവോത്കൃഷ്ടമെന്ന്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മെ ദ്രോഹിക്കുന്നവരെല്ലാം ദൈവകൃപയുടെ പ്രശ്നവേഷക്കാരാണ്. കാരണം അവർ നമ്മളെ ദ്രോഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സഹനം ഉണ്ടാകുന്നത്. സഹനം ഉണ്ടെങ്കിലേ അത് ക്ഷമിച്ചാൽ നമുക്ക് സ്വർഗരാജ്യം കിട്ടുള്ളൂ, കുരിശായി മാറുള്ളൂ. കർത്താവ് തരുന്ന കുരിശുകളെ നമുക്ക് ക്ഷമയോടുകൂടെ സഹിക്കാൻ കഴിയണം. ഒരിക്കൽ കുരിശിന്റെ കഥ പറയുമ്പോൾ ഒരിക്കൽ ഒരു യുവാവ് കർത്താവിന്റെ അടുത്ത് കംപ്ലൈന്റ് ആയിട്ട് വന്നു അത്രേ. അവൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് നീ തന്ന കുരിശ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ കർത്താവ് പറഞ്ഞു, മോനെ, ഞാൻ ഓരോരുത്തർക്കും കുരിശ് തരുമ്പോൾ വളരെ ആലോചിച്ചിട്ടാണ് കൊടുക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത്? അവൻ പറഞ്ഞു, പറ്റില്ല കർത്താവേ, മാറ്റി തരണം. കർത്താവ് പറഞ്ഞു, ശരി, നിർബന്ധമാണെങ്കിൽ എൻ്റെ ഹോൾസെയിൽ മാർക്കറ്റിൽ പൊക്കോളൂ, അവിടെ ഇഷ്ടം പോലെ കുരിശുകളുണ്ട്, നിനക്ക് ഏത് കുരിശാണ് വേണ്ടെങ്കിൽ എടുത്തു പൊക്കോളൂ. പക്ഷെ ഒരു കാര്യം, ഒരു കുരിശ് നീ എടുക്കണം. ലോകത്തിലേക്ക് പിറന്നു വീണിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു കുരിശ് കരുതി വെച്ചിട്ടുണ്ട്, അത് എടുത്തേ പറ്റൂ. കുരിശ് ഇട്ടിട്ട് വേണം നിനക്ക് സ്വർഗത്തിലേക്ക് വരാൻ. നാം പറഞ്ഞു, ശരി കർത്താവേ. മാർക്കറ്റിലേക്ക് പോയി. അവിടെ നോക്കിയപ്പോ കണ്ടമാനം കുരിശുകൾ ഇരിക്കുക, നല്ല നല്ല ഭംഗിയുള്ള കുരിശുകൾ, ചെറിയ കുരിശ്, വലിയ കുരിശ്, തിളങ്ങുന്ന കുരിശ്, കളറുള്ള കുരിശ്. ഇവനിങ്ങനെ ഭ്രമിച്ചു നിൽക്കുക. ഇവന്റെ കുരിശ് അവിടെ വെച്ചു, ഓരോ കുരിശും എടുത്ത് നോക്കി. ചെറിയ കുരിശെന്ന് ഇവൻ വിചാരിച്ച് നോക്കുന്നതിനെ തൊടാൻ പോലും പറ്റുന്നില്ല, പൊള്ളുന്ന അനുഭവം. അവസാനം ഇങ്ങനെ നോക്കി 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 വന്നു, നല്ല പേളുമണികൾ വെച്ച കുരിശൊക്കെ ഉണ്ട്, പക്ഷെ അടുക്കാൻ പറ്റുന്നില്ല. അവൻ എന്ത് ചെയ്തു? നോക്കി 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 അവൻ എടുക്കാൻ പറ്റുന്ന ഒരു കുരിശ് കണ്ടു. നോക്കിയപ്പോൾ അത് അനങ്ങുന്നുണ്ട്. പതുക്കെ ആ കുരിശ് എടുത്ത് തോളിൽ വെച്ച് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവൻ വിചാരിച്ചു, ഇനി തിരിച്ചു വിളിക്കാതിരിക്കട്ടെ ദൈവം. കർത്താവ് ഇവൻ ഓടുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, മോനെ നീ അവിടെ നിൽക്ക്. അപ്പൊ ഇവൻ ഓടുകയാണ്. പൊന്നു മോനെ നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൻ നിന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, മോനെ, എനിക്കൊരു സംശയം, നീ ഈ കുരിശ് കൊണ്ട് പോകുന്നുണ്ടല്ലോ, നീ ഇപ്പൊ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച കുരിശാണോ അത്? അവനാകെ കൺഫ്യൂഷനായി. കർത്താവ് പറഞ്ഞു, നീ ഒന്ന് നോക്ക്, കാരണം നിങ്ങളൊക്കെ ഈ സ്വർണ്ണാഭരണ കടകളിൽ പോയിട്ട് ഓരോന്ന് വാങ്ങുമ്പോൾ അവരുടെ എംബ്ലം അടിച്ചു വിടുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലെങ്കിലും. ഞാൻ ഓരോ കുരിശും ലോകത്തേക്ക് വിടുമ്പോൾ അതിന്റെ പിന്നിലൊരു എംബ്ലം അടിച്ചിട്ടിട്ട്, നിനക്കായിട്ട് തന്ന കുരിശ്
ഞാൻ പണ്ട് തന്ന കുരിശ് തന്നെയല്ലേ നീ ഇത് കൊണ്ടുപോകുന്നു? ഒന്ന് നോക്കിക്കേ. ഇവൻ ആ കുരിശെടുത്ത് നോക്കിയപ്പോൾ ഇവൻ കൊണ്ടുവന്ന് വെച്ച കുരിശ് തന്നെയാണ് അവൻ എടുത്തു കൊണ്ടുപോകുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, ഞാൻ നിനക്ക് കുരിശ് തരുന്ന സമയത്ത് ഉറങ്ങൊന്നും അല്ലായിരുന്നു. ഞാൻ കൃത്യമായി പരിശോധിച്ചിട്ടാണ് നിനക്ക് ആ കുരിശ് തന്നത്. മോനെ, നിനക്ക് അത് ചുമക്കാൻ പറ്റുള്ളൂ. അവന്റെ കുരിശ് അവന്റെ ഭാര്യയായിരുന്നു. അവന്റെ പൈസ പോരാ പോരാ എന്ന് പറഞ്ഞ് അവനെ എപ്പോഴും ഉപദ്രവിക്കുന്ന അവന്റെ ഭാര്യ. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ദൈവം നമുക്ക് കുരിശുകൾ തരും. ചിലപ്പോൾ നമ്മെ സ്നേഹിക്കാൻ കഴിയാത്ത മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയായിരിക്കാം. ചിലപ്പോൾ നമ്മെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു ജീവിത പങ്കാളിയായിരിക്കാം. അതല്ലെങ്കിൽ അമ്മമാരുടെ കുറവുകൾ കണ്ടുപിടിക്കുന്ന മക്കളായിരിക്കാം. ഇതെല്ലാം വെഞ്ചരിച്ച് തരുന്ന കുരിശുകളാണ്. മകന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ വരുന്ന മരുമകളോട് ക്രൂരമായി പെരുമാറുന്ന ഒരു അമ്മായിമ്മയായിരിക്കാം നിന്റെ കുരിശ്. അതുമല്ലെങ്കിൽ വന്നു കയറിയപ്പോൾ മുതൽ അമ്മയോട് മിണ്ടരുത് എന്ന് പറയുന്ന മരുമകളായിരിക്കാം നിന്റെ കുരിശ്. സഹോദരങ്ങളെ, ഈ കുരിശ് ദൈവം നമുക്ക് വെഞ്ചരിച്ച് തന്നതാ. മാർപ്പാപ്പ വെഞ്ചരിച്ച് തന്ന കുരിശ് നമ്മളെ എല്ലാവരെയും കാണിച്ച് ഒരു ഗെറ്റ് ടുഗദർ വെക്കുമല്ലോ, ഫ്രെയിം ഇട്ട് സൂക്ഷിക്കുമല്ലോ. കർത്താവ് പറയാ, ഇത് മാർപ്പാപ്പയല്ല, സാക്ഷാൽ ദൈവം വെഞ്ചരിച്ച് തന്ന കുരിശാ ഇത്. നിന്റെ ഭർത്താവ്, നിന്റെ മക്കള്, നിന്റെ ഭാര്യ, നിന്റെ അയൽവാസികള് ഈ കുരിശ് പാലമായിട്ട് ഇട്ടിട്ട് വേണം നിനക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ. അതുകൊണ്ട് ദാനമായി ദൈവം തന്ന കുരിശുകളെ, ഇത് കർത്താവ് പിലാത്തോസിന്റെ അരമനയിൽ നിന്ന് കുരിശ് ചുംബിച്ചുകൊണ്ടാണ് ഏറ്റുവാങ്ങിയത്. നമുക്കും കർത്താവ് തന്ന കുരിശ് ചുംബിച്ചുകൊണ്ട് ഏറ്റുവാങ്ങാം. ഈ കുരിശ് പാലമായിട്ട് നമുക്കും സ്വർഗരാജ്യത്തിലേക്ക് എത്താം. കാരണം സ്വർഗത്തിലേക്ക് എത്തുക എന്നതല്ലേ ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം. ക്രിസ്ത്യാനിയുടെ മാത്രമല്ല സഹോദരങ്ങളെ, ലോകം മുഴുവനും അവരുടെ സൃഷ്ടാവിന്റെ ആ ചൈതന്യത്തിലേക്ക്, പരമാത്മാവിന്റെ ചൈതന്യത്തിലേക്ക് തിരിച്ചു ചെന്നേ പറ്റൂ. അതല്ലെങ്കിൽ സൃഷ്ടിയുടെ പൂർണ്ണത അവിടെ എത്തുകയില്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൂർണ്ണതയിലേക്ക് നമ്മൾ തിരിച്ചു ചെന്നിരിക്കും. അതിനുവേണ്ടിയാണ് ഈ ലോകം നാടകമാകുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ആ ജീവിതത്തില് ദൈവം നമുക്ക് ഇട്ടുതരുന്ന കുരിശുകളാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള പാലമായിട്ട് നാം ഉപയോഗിക്കേണ്ടത്. കർത്താവ് ഇട്ടുതരുന്ന കുരിശുകൾ സന്തോഷത്തോടെ ക്ഷമിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.